നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നീള വിനീതിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ നീളയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം നീള ആദ്യമായിട്ടാണ് ഇങ്ങനെ മദ്യപിച്ച് വരുന്നതൊക്കെ കാണുന്നത്. അപ്പൊ പിന്നെ വിനീതിനെ വെറുതെ വിടുവോ നീള? നീളയാണെങ്കിൽ മിണ്ടാൻ നടക്കുമായിരുന്നു വിനീതിനോട്. ഒടുവില് വിനീതിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ കണ്ടു വിനീതേട്ടൻ മദ്യപിച്ചിട്ടാ വന്നല്ലേന്ന് ചോദിച്ചു. അയ്യോ, അത് പിന്നെ നിളമോള് ഒരബദ്ധം പറ്റിയതാ. അബദ്ധവോ? കൂടുതലൊന്നും പറയണ്ട, എനിക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. അയ്യോ മോള, അങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരബദ്ധം പറ്റിപ്പോയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതെ, തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷ വേണമെന്ന് പറഞ്ഞു. ശിക്ഷയോ? അതെ, ഒരു 101 തവണ ഏത്തവിട്. ഏത്തവിടാനാ? അതെ, ഏത്തവിടണം എന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ഈ നിളമോൾ ഇനി വിനീത് എന്നോട് കൂട്ടുകൂടുകയുള്ളൂ. അത് കേട്ടപ്പം വിനീത് പറഞ്ഞു, അയ്യോ എന്ത് വേണേലും ഞാൻ ചെയ്യാം. എങ്കിൽ പെട്ടെന്ന് തന്നെ ഏത്ത് വിടാൻ തുടങ്ങിക്കോ. ഒടുവില് വിനീത് ഏത്ത് വിടാൻ തുടങ്ങി. ആ സമയത്ത് ഗംഗ അങ്ങോട്ടേക്ക് വന്നു. ഗംഗ കണ്ടി കാഴ്ച. നീള 1 2 3 പറഞ്ഞുകൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവില് 101 തവണ ഏത്ത വിട്ട് കഴിഞ്ഞപ്പം നീള പറഞ്ഞു, അത് മാത്രം പോല, ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അതിനെന്താ, ഞാൻ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. നീള തലയെ തൊട്ട് സത്യം ചെയ്യണം. നീളമോളാണ്, ഇനി ഞാൻ മദ്യം കൈയും കൂടി തൊടത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയുണ്ടല്ലോ, ഇങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞോണ്ട് നീളെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഗംഗയ്ക്ക് ചിരി വന്നു ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ. കാരണം നീള വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം അറിയാം. വിനീതിനാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ വിനീത് റെഡി ആയിട്ട് കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാധമ്മ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നീ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. അതെന്ത് പോക്കാ പോകുന്നേ? കഴിച്ചിട്ട് പോയാ മതി. വേണ്ട രാധമ്മേ, എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയാ മതി എന്നും ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലോ. അങ്ങനെ വിനീത് നേരെ കടയിലേക്ക് വന്നു. കടയിലേക്ക് എന്നിട്ട് വിനീത് പറഞ്ഞു, എന്നാലും എൻ്റെ ഇക്ക ഇന്നലെ ഇതുപോലൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചെന്ന് ചോദിച്ചു. എടാ, അതിന് നീ ഗ്ലാസ് മാറി എടുത്ത് കുടിച്ച് ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ആകെപ്പാടെ നാണക്കേടായി. വീട്ടില് തലയുറുത്താൻ പറ്റുന്നില്ല. ഇന്ന് വരെ മദ്യപിക്കാത്ത ഞാന് ഇങ്ങനെ ലെക്ക് കേട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവരൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അത് ശരിയാ, നീ ഒരു മദ്യപാനി എന്ന് ചിലപ്പോ കരുതി കാണും. തേക്ക, ഇങ്ങനൊന്നും പറയില്ല, എന്റെ സ്വസ്ഥത നശിപ്പിക്കല്ലേ. എടാ, നീ അത് കാര്യമാക്കണ്ട, സാരില്ല, പോട്ടെ. അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞല്ലോ. അതെ, അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊക്കെ വിശ്വാസം വന്നോന്ന് എനിക്കറിയില്ല. അവരൊക്കെ എനിക്ക് അവരുടെ ഒന്നും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അത് അമ്മായിയുടെ മുഖത്തു, അതുപോലെ തന്നെ ഗംഗയുടെ മുഖത്തു ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സാരമില്ലടാ, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നിവിനെ ജയപാലൻ വിളിച്ചു. ജയപാലൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ ഇവിടം വരുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലിന്റെ അടുത്തേക്ക് നിവിൻ ചെന്നു. അപ്പൊ നിവിനെയും കൂട്ടി ജയപാലന് ഒരു സ്ഥലം കാണിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആ സ്ഥലം കാണിക്കുകയാണ്. അപ്പൊ അത് നേരത്തെ കാവേരിയുടെ അച്ഛന് അവർ കാവേരിക്കും കുടുംബത്തിനും വേണ്ടി വാങ്ങിച്ച സ്ഥലമായിരുന്നത്. ആ സ്ഥലത്തിന്റെ പേരിലാണ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ പ്ലോട്ട് നേരത്തെ കാണിച്ചിട്ട് അരവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 5 ഏക്കർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചാന്നൊക്കെ. പക്ഷെ എങ്കില് ജയപാലൻ ആ സ്ഥലം തട്ടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് പക്ഷെ നിവിൻ ആ സ്ഥലം കണ്ടിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല. പിന്നീട് നിവിനോട് പറഞ്ഞു, എടാ ഈ സ്ഥലം കണ്ടോ, ഈ അടുത്ത് വാങ്ങിയ സ്ഥലമാണ് ഞാനിത്, അടുത്ത് വാങ്ങിയ പ്ലോട്ടാന്ന് പറഞ്ഞു. നീ എൻ്റെ മകളെ രാഗിണിയെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് നിനക്ക് സ്വന്തമാവുന്ന പ്ലോട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീയും പറഞ്ഞു, അല്ല എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കളെ. കാരണം രാഗിണിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിവിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. നിവിൻ്റെ മനസ്സ് നിറയും കാവേരിയാണല്ലോ. ആ സമയം ജയപാലൻ പറഞ്ഞു, എടാ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ തന്നുവിടും. പിന്നെ നിനക്കറിയാലോ. അല്ല അങ്കളെ, അങ്കിളിന് ഇപ്പം എവിടെയൊക്കെ സ്ഥലമുണ്ട്? എവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന് എൻ്റെ മോന് പോലും അറിയത്തില്ല. പിന്നെയാ നിനക്ക്. ഇതെന്താണ് നിനക്ക് വേണ്ടി ഈ അടുത്ത കാലത്ത് വാങ്ങിയതാ. അടുത്ത കാലത്തെന്ന് പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതെ. അപ്പോഴേക്കും നിവിൻ ഒരു നിമിഷം ആലോചിച്ചു. അല്ലങ്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ? അപ്പൊ ഈ അരവിന്ദൻ അങ്കിളിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവരുടെ കുടുംബം ജപ്തിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ അങ്കിള് പറഞ്ഞ അങ്കിളിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്നാണല്ലോ. എന്നിട്ട് പിന്നെ എങ്ങനെയാ അങ്കിൾ ഈ പൈസ കൊടുത്ത് ഈ സ്ഥലം വാങ്ങിയെന്ന് ചോദിച്ചു. ഒരു നിമിഷം ജയപാലനൊന്നും ഞെട്ടി.
ജയബാലൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചോദ്യം. പെട്ടെന്ന് ജയബാലൻ പറഞ്ഞു, എടാ, നമുക്കെപ്പോഴും നമ്മളെക്കുറിച്ചൊരു കരുതൽ വേണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആര് ചെയ്യും? ഉം. കൂട്ട് വേറെ, അത് വേറെ, ഇത് വേറെ. ഏ, അങ്ങനെ ഈ കൈവിട്ട് കഴിക്കുന്ന ഒരാളല്ല ജയബാലന്. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. എനിക്കറിയാം നിനക്ക് ആ കുടുംബത്തോട് ഇത്തിരി സ്നേഹവും സെന്റിമെന്റ്സും കൂടുന്നുണ്ടെന്ന്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അറിയാലോ, എന്നെ കണ്ടുപിടിക്ക്. അല്ലെങ്കിൽ ഇപ്പൊ അവിടെയുള്ള ആ കാവേരി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾക്കാണെങ്കിൽ എന്നെ കാണത്തില്ല. ഞാൻ അവളുടെ അച്ഛന്റെ എന്തൊക്കെയോ തട്ടിയെടുത്തുന്നുള്ള മറ്റുള്ളവരോട് സംസാരം പെരുമാറ്റമൊക്കെയാ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് നിന്റെ രാഗിണിയുടെ കല്യാണം നടത്തണം. ഞാൻ രാജേശ്വരിയോട് പറഞ്ഞിട്ടുണ്ട്. രാജേശ്വരി സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിവിന് മനസ്സിലായി ഇതൊരു ട്രാപ്പാന്നുള്ള കാര്യം. ഇതിനകത്തേക്ക് ഒരിക്കലും വീണു പോകാനായിട്ട് നിവിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നിവിൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് കാവേരിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ കാവേരി കോൾ എടുത്തില്ല. വിളിക്കുന്ന സോറ് പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും. വിനീത് എന്നെ കൊണ്ട് കുടിപ്പിച്ചതും പോരാ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു കാവേരിയുടെ മനസ്സിൽ. കാവേരി ഇത് മൈൻഡ് ആക്കാൻ പോയില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം വിനീത് വീട്ടിലേക്ക് വന്നെങ്കിലും ഗംഗ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. സംസാരിക്കാനും പോയില്ല. വിനീതിന് ആകെപ്പാടെ ടെൻഷനായി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ദൈവമേ, നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം വിനീത് രാവിലെ നല്ലൊരു സ്വപ്നമൊക്കെ കണ്ടു കിടക്കുകയാണ്. ഗംഗ തൻ്റെ ഹരിയിലേക്ക് വരുന്നതും അങ്ങനെയൊക്കെ. ആ സമയത്താണ് രാധമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. വിനീതിനുള്ള ചായ ആയിട്ട് വന്നിരിക്കുക. എടാ വിനീത, എഴുന്നേക്ക് ചായ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വിനീത് നല്ല സ്വപ്നത്തില. അപ്പോൾ വിനീത് ഓർത്തെ ഗംഗ തനിക്ക് വേണ്ടി ചായ ആയിട്ട് വന്നിരിക്കുന്ന വിളിക്കുന്ന കേട്ടപ്പം വിനീത് ആ അബോധ ആ അവസ്ഥയിലും വിനീത് ഓർത്ത എന്താ, തനിക്ക് വേണ്ടി തൻ്റെ ഭാര്യ ചായ ആയിട്ട് വന്നു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ആദ്യം എനിക്കൊരു ഉമ്മതാ എന്നിട്ടല്ലേന്ന് പറഞ്ഞു. അത്രേ ഉള്ളോ. പെട്ടെന്ന് രാധമ്മ എന്ത് ചെയ്തു, എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് ഒറ്റ ഒരു ഉമ്മ കൊടുക്കണം. പെട്ടെന്ന് വിനീത് ചാടി എഴുന്നേറ്റു. രാധമ്മയോ? ഇത് കണ്ടോണ്ടാണ് ഗംഗ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗയ്ക്ക് ചിരി വന്നു. എന്താ രാധമ്മ, നീ എല്ലാടോ ഉമ്മ ചോദിച്ചേ? അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഉമ്മ തന്നു. വിനീത് ആകെപ്പാടെ ചമ്മിപ്പോയി. ഇത്രയ്ക്കൊന്നും വിനീത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രാധമ്മ പറഞ്ഞു, ഇതേ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞു. രാവിലെ അവന്റെ ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് രാധമ്മ ഇറങ്ങിപ്പോയി. വിനീത് ചമ്മി ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ദൈവമേ, നാണക്കേടായോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഗംഗ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവനെ അവിടെ എസ്കേപ്പ് ആവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാവേരിയുടെ ഫോണിലേക്ക് വീണ്ടും നിവിൻ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കാവേരി കോൾ എടുത്തില്ല. കാവേരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ദേഷ്യമായിരുന്നു. വീണ്ടും സോറി പറയാൻ ഇന്നലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ എടുക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു കാവേരിയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത് പതിവ് പോലെ തന്നെ കടയിലേക്ക് പോയി വിഷമിച്ചിരിക്കുന്നവിടെ പിക്ക വെച്ച്, എന്താടാ എന്ത് പറ്റി? അതെ, ആകെപ്പാടെ വിഷമത്തിലെക്കാൻ ഞാൻ. എന്താ കാര്യം? അതെ, അവൾ എന്നെ ഗംഗ എന്നെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ സങ്കടമുണ്ട്. എടാ, സങ്കടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ബേബി ഇന്നലെ കുറെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഇടപെടാൻ പാടില്ല. നമ്മുടെ കുടുംബ പ്രശ്നം നമ്മളായിട്ട് തന്നെ തീർക്കണം. പലരും പല ഉപദേശങ്ങളും പറഞ്ഞു തരും. അങ്ങനെയൊന്നും ആയിരിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തീർക്കണം. നീയും ഗംഗയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ തന്നെ വേണം തീർക്കാനായിട്ട്. മൂന്നാമതൊരാളെ തീർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവുന്ന കാര്യമല്ല. അല്ല, അവളെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എടാ, സാധാരണ പെൺപിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനം മുല്ലപ്പൂവും അതുപോലെ തന്നെ ഹലുവേ, അതൊക്കെ മേടിച്ചു കൊടുത്തു നോക്ക്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് വീണാലോ. വീഴും. നീ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതൊടുവിൽ അതൊക്കെ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് നിവിൻ വീണ്ടും കാവേരിയെ വിളിക്കുവാണ്. ഒടുവിൽ കാവേരി സഹിയായിട്ട് കോളെടുത്തിട്ട് ദേഷ്യപ്പെടുക. എന്താ നിവിനെ? നിവിൻ എന്താ പറയാനുള്ളത്? സോറി പറയാൻ വേണ്ടി വിളിക്കുന്നതല്ലേ? എന്നോട് ആരും സോറി ഒന്നും പറയണ്ട. അത് കേട്ടപ്പോൾ നിവിൻ പറഞ്ഞു, ഞാൻ സോറി പറയാൻ വേണ്ടി വിളിച്ചൊന്നും അല്ല, വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. എന്ത് കാര്യം? അല്ല, നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കിയിട്ടില്ലായിരുന്നോ നേരത്തെ ജയപാലനങ്ങൾ വാങ്ങിച്ചരാന്ന് പറഞ്ഞേ? ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാ. എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ പറയാനുള്ളത്? നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പറയാം, എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നിവിനെ കാണാനായിട്ട് കാവേരി ചെല്ലുവാണ്. കാവേരി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നിവിൻ ആ കാര്യം പറയണേ. എന്നെ അങ്കിൾ ഒരു പ്രോപ്പർട്ടി കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടി ആണോന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു വെച്ചിരുന്ന ആ പ്രോപ്പർട്ടി അതിപ്പോൾ ജയപാലനങ്ങൾ വാങ്ങിയെന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോൾ ഒരു നിമിഷം കാവേരി ഞെട്ടിപ്പോയി. സത്യമാണ് നിവിനെ പറയണേ. അതെ, ഈ അടുത്ത കാലത്താ വാങ്ങിയെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടെന്ന് എനിക്ക് തോന്നേ. ഒരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ടേ കാണിച്ച പ്രോപ്പർട്ടി ഞാൻ കാണിക്കാം.
അത് തന്നെയാണോ നിങ്ങളുടെ അച്ഛൻ വാങ്ങിയ പ്രോപ്പർട്ടി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാവേരിയും കൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും കാവേരിക്ക് ഭയങ്കര ടെൻഷനായി. ശരിയായിരുന്നു, സത്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അത്. അപ്പോഴാണ് ജയപാലിന്റെ അടുത്ത ചതി മനസ്സിലാകുന്നത്. പക്ഷെ അതങ്ങനെ വെറുതെ വിടാനായിട്ട് കാവേരി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിന്റെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.